തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. അച്ഛന്റെ നമ്പർ പറ. 98 ആരടാ എന്നെ ഈ സമയത്ത് കിടന്ന് വിളിക്കുന്നത്? ഇത് സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്നാണല്ലോ. ആരായിരിക്കും? എടുത്ത് നോക്കാം. ഹലോ, നമസ്കാരം സർ, ഞാൻ നിലയുടെ അമ്മയെ സംസാരിക്കുന്നത്. എന്താണ്? നിലാവിന്റെ അമ്മയോ? അപ്പൊ സൂര്യൻ അച്ഛനും കാണുമായിരിക്കുമല്ലോ. കവിന്റെ അച്ഛൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അല്ല, നിങ്ങളുടെ മോൻ കവിൻ സ്കൂളിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. എന്താ പറഞ്ഞ? എന്റെ മോൻ കവി സ്കൂളിൽ വെയിറ്റ് ചെയ്യണമെന്നാ? അതിനെനിക്ക് മോനില്ലല്ലോ, രണ്ടും പെമ്പിള്ളറാ എനിക്ക്. അവര് സ്കൂളിലൊന്നും പോകുന്നില്ലല്ലോ, വീട്ടിൽ തന്നെ ഉണ്ടാവും. എന്റെ വോയിസ് ഉണ്ടല്ലോ, നല്ല സൂപ്പറാ. എന്തായാലും ഇത് കവിന്റെ അച്ഛനല്ല, നമ്പർ തെറ്റിയതാ. വൃത്തി കിട്ടവനെ ഫോണ് വെക്കടോ. ഹലോ ഹലോ, എന്നെ ഇങ്ങോട്ട് വിളിച്ച് തെറിയും പറഞ്ഞു വെച്ചേക്കുക. ഇനി എന്റെ ഭാര്യങ്ങാനാണോ വിളിച്ചത്? എന്തിനാ എന്റെ അച്ഛൻ ഇങ്ങനെ ചീത്ത പറയുന്നത്? എടാ, ഇത് നിന്റെ അച്ഛന്റെ നമ്പർ അല്ല, ഏതോ ഒരു വൃത്തി കെട്ടവനാ. നിന്റെ അച്ഛന്റെ നമ്പർ പോലെ നീ ഓർക്കില്ലേ? അയ്യോ സോറി, പെട്ടെന്ന് എനിക്ക് എന്റെ അച്ഛന്റെ നമ്പർ മറന്നുപോയി. വേറെ ആരുടെങ്കിലും നമ്പറായിരിക്കും ഞാൻ തന്നത്. ഒരുപക്ഷെ ഫോൺ നമ്പർ പാട്ടുപോലെ പാടി ഓർമ്മയിൽ നിൽക്കുമായിരിക്കും അല്ലേ? എന്റെ അച്ഛൻ എന്നെ ഇത്ര കാത്തു തീർത്തില്ലല്ലോ. എവിടെയെങ്കിലും ചിലപ്പോ സ്റ്റക്കായിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിലുള്ള ഡ്രൈവർമാർ ഒന്നും ശരിയല്ല. ടയറിൽ കാറ്റുണ്ടോ, പഞ്ചറാണോ, എന്താ ഏതാന്ന് ഒന്നും ചെക്ക് ചെയ്യത്തില്ല. നമ്മൾ കുറച്ച് കൂടുതൽ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് അവന്മാർക്ക് എല്ലാം അഹങ്കാര. ഇപ്പൊ തന്നെ ആ ഡ്രൈവറെ വിളിച്ച് 2 വർത്താനം പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ബോസാണല്ലോ വിളിക്കുന്നത്. സാർ പറഞ്ഞു സാർ. എടോ, തനിക്ക് എന്താണോ അവിടെ പണി? ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി പോകാൻ കാർ എടുത്താ കാറിന്റെ ടയർ കാറ്റ് പോയി പഞ്ചറായിരിക്കുക. വണ്ടി എന്ത് കണ്ടീഷനിലാണ് കിടക്കുന്നത് ചെക്ക് ചെയ്യാൻ പാടില്ലേ? ഇപ്പൊ ഞാൻ നടുറോഡിൽ നിൽക്കേണ്ടി വന്നില്ലേ? വിക്രം സാർ, ടയറിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു സാർ. ഓഹോ, അപ്പൊ ഞാൻ കത്തി വെച്ച് കീറിയെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? മര്യാദക്കൊക്കെ ജോലി ചെയ്യാൻ തനിക്കൊള്ളാം, അല്ലെങ്കിൽ അവിടുന്ന് പറഞ്ഞു വിടും ഞാൻ. ഇപ്പൊ എനിക്ക് മോനെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരേണ്ടതാ. എങ്ങനെ പോകും ഞാൻ? സാർ അവിടെ തന്നെ നിന്നാ മതി, ഞാൻ വേറെ വണ്ടി എടുത്ത് സാറ് നിൽക്കുന്നിടത്തേക്ക് വന്നോളാം. ഒരു കുന്തവും ചെയ്യണ്ട, ഫോൺ വയ്ക്കേ. വിട് വിക്രം, അയാൾ അത് അറിഞ്ഞോണ്ട് ചെയ്തതായിരിക്കോ, അറിയാതെ പറ്റിയതായിരിക്കും. നീ എന്താ ആ ഡ്രൈവറെ സപ്പോർട്ട് ചെയ്യാ? ദേഷ്യം വന്നിട്ട് വയ്യ. ഇപ്പൊ ഞാൻ എങ്ങനെയാ കവിനെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരിക? എന്നാ നമുക്കൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ട് കവിനെ സ്കൂളിൽ പോയി വിളിച്ചിട്ട് വന്നാലോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഗോവിന്ദനെ വിളിച്ചിട്ട് വേറെ കാർ അയക്കാൻ പറയാം. കവിനിപ്പോ അവിടെ സ്കൂളിൽ വെയിറ്റ് ചെയ്യായിരിക്കും. അവന് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. ഒരു മിനിറ്റ്. ഹലോ, ആരാ? ഞാൻ കവിന്റെ അച്ഛനാണ് മിസ്. പറയൂ സാർ. എന്റെ കാർ വഴിയിൽ വെച്ച് പഞ്ചറായി. ഞാൻ വരാൻ കുറച്ച് വൈകും. അതുവരെ കവിനോട് അവിടെ സേഫായിട്ട് നിൽക്കാൻ പറയാമോ? ഞാൻ വേഗം വന്ന് പിക്ക് ചെയ്തോളാം. ഇത് ടീച്ചർ ഒന്ന് അവനോട് പറയുമോ? നിങ്ങൾ വരേണ്ട കാര്യമൊന്നുമില്ല സാർ. വരേണ്ട കാര്യമൊന്നുമില്ലെന്നോ? നിലയുടെ അമ്മ വന്ന് കവിനെ വിളിച്ചോണ്ട് പോയി. നിലയുടെ അമ്മയാ പറഞ്ഞത് കവിനെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് വിട്ടോളാന്ന്. ഓ, അങ്ങനെയാണോ? ശരി 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 ശരി.